രാഹുലിനെ ഒതുക്കിയാൽ കടൽക്കിഴവന്മാരെ നിങ്ങളുടെ അന്ത്യമാണ്. ഇത് പറയുന്നത് ഈ കേരളത്തിലെ ജനങ്ങളാണ്. രാഹുലിനെതിരെ അപവാദ പ്രചരണം നടത്തി, അദ്ദേഹത്തെ വ്യക്തിഹത്യ നടത്തി ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിച്ചത് പോരാഞ്ഞ് അദ്ദേഹത്തിന്റെ പിടിച്ചെടുത്ത പദവികൾ തിരികെ നൽകാഞ്ഞ് അദ്ദേഹത്തെ ഇപ്പോഴും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് നിർത്തിയത് പോരാഞ്ഞ് ഇപ്പോഴിതാ അദ്ദേഹത്തിന്റെ ആ പിടിച്ചെടുത്ത പദവി, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് എന്ന പദവി ഇവരുടെ മറ്റൊരു കളിപ്പാവയ്ക്ക് കൊടുക്കുവാൻ തിടുക്കപ്പെട്ട് തീരുമാനമെടുത്തിരിക്കുകയാണ്. അതിനായുള്ള അണിയറ പ്രവർത്തനങ്ങളെല്ലാം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. ഇന്ന് നമുക്കറിയാം, നമ്മുടെ സമീപ സംസ്ഥാനത്ത് വിജയുടെ തമിഴക വെട്രിക്കഴകം പാർട്ടിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന കരൂരിൽ നടന്ന ആ റാലിയിൽ ഏതാണ്ട് 39-ലധികം പേർക്ക് ജീവഹാനി സംഭവിച്ചു. എല്ലാവരുടെയും ശ്രദ്ധ ആ ഒരു വിഷയത്തിലേക്ക് ഇന്ന് മാറിയിരിക്കുകയാണ്. ഈ സമയം മുതലെടുത്ത് സകല മാധ്യമങ്ങളുടെയും ശ്രദ്ധ ആ വിഷയത്തിൽ ഫോക്കസ് ചെയ്യുമ്പോൾ ഇപ്രകാരം ഒരു അട്ടിമറി നടത്തുവാനാണ് ഇവർ പദ്ധതിയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് അത്തരം ഒരു പ്രഖ്യാപനം ഇവർ നടത്തുവാനുള്ള സാധ്യത വളരെ വലുതാണ്. ജനങ്ങളെ, നിങ്ങൾ ഓർക്കുക, ഈ ഒരു ലക്ഷ്യം വെച്ച് തെരഞ്ഞെടുപ്പിന് കാലേക്കൂട്ടി തന്നെ ഇപ്രകാരം ഒരു വ്യക്തിഹത്യ നടത്തി ഇദ്ദേഹത്തെ മാറ്റുക, യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് ഇവരുടെ ഒരു കളിപ്പാവ് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഒരിക്കലും ഒരു ശത്രുവാകില്ല. അതോടുകൂടി KPCC അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ആ അരമനക്കിങ്ങിണി ഇവരുടെ കളിപ്പാവയാണ്. അതുപോലെ തന്നെ മഹിളാ കോൺഗ്രസ് അധ്യക്ഷ എന്ന് പറയുന്നത് ഇവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്നയാളാണ്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിലും അതുപോലൊരെണ്ണം വന്നു കഴിഞ്ഞാൽ ഇവർക്ക് എന്തും ചെയ്യാം. രാഹുലിനെ ഒതുക്കിയാൽ സകല യുവനേതാക്കന്മാരുടെയും മനസ്സിൽ ഭീതി ഉണ്ടാവും. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒതുക്കപ്പെടും എന്ന് പേടിച്ച് അവരാരും മുൻപോട്ട് വരികയില്ല. അവർ ഈ കേക്കച്ചന്റെ താളത്തിനൊത്ത് തുള്ളും എന്ന് കരുതിയാണ് ഇപ്രകാരം ഒരു ശോഭകേട് നടത്തിയത്. ഈ വിഷയത്തിൽ ജനങ്ങളുടെ ശക്തമായ പ്രതികരണങ്ങൾ തുടരുകയാണ്. ITV ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിൽ തങ്ങളുടെ പ്രതികരണങ്ങൾ അറിയിക്കുവാൻ, പ്രതിഷേധം അറിയിക്കുവാൻ ജനങ്ങൾ ITV ന്യൂസിലേക്ക് വിളിച്ചത് കേൾക്കുക. ITV ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ്, ജനങ്ങളുടെ പ്രതികരണങ്ങൾ. എന്റെ പേര് ആനി ഫ്രം കാലിക്കറ്റ്. ഞാൻ VD സതീശനോട് ഇങ്ങനെ നേരിട്ട് പറയാൻ പോവാ. എന്താണെന്ന് വെച്ചാല്, അയാൾക്ക് യാതൊരു കഴിവില്ല, ഒരു ഗുണവും ഇല്ല. കോൺഗ്രസ് പാർട്ടീനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ അയാൾക്ക് സാധിക്കുകയില്ല. അയാള് പിണറായി വിജയന്റെ അസിസ്റ്റന്റാ. അയാള് അന്ന് എയർപോർട്ടിൽ കൂടെ പോകുന്നുണ്ട്, ഒരു 10-25 വയസ്സുള്ള പിള്ളേര് പോകുന്ന പോലെ ഏതാണ്ട് ഡ്രസ്സൊക്കെ ഇട്ടാണ്ട് ഒരു പെട്ടിയൊക്കെ വലിച്ചോണ്ട് പോകുന്നുണ്ട്. അയാൾ സിനിമയിൽ അഭിനയിക്കാൻ പോട്ടെ, അതാ നല്ലത്. അല്ലാണ്ട് ഈ കേരള രാഷ്ട്രീയത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ അയാൾക്ക് യാതൊരു കഴിവുമില്ല. പിന്നെ ഇയാള്, ഈ അച്ഛന്മാരൊക്കെ ഇയാളെ വിളിക്കുമ്പോ ഇയാള് ബൈബിളും കാര്യങ്ങളൊക്കെ കോട്ട് ചെയ്ത് സംസാരിക്കുന്നു. എന്തൊരു കഷ്ടം ഇത്! അയാൾ പറയുന്നതല്ല അയാള് പ്രവർത്തിക്കുന്നത്. ഇതിലിപ്പം രാഹുൽ എന്ന് പറഞ്ഞ കൊച്ച്, അവൻ ചെറുപ്പക്കാരനാ. എന്റെ ഇപ്പൊ ചെറുപ്പം ഞാൻ ഓർക്കുന്നുണ്ട്. ഈ ആൺപിള്ളേർ നമ്മളോട് പറയും, നമ്മളിത് കേട്ടിട്ട് കേൾക്കാത്ത പോലെ ഞങ്ങൾക്കും ഉണ്ടായിരുന്ന ഒരു ചെറുപ്പകാലം. ആൺപിള്ളേരൊക്കെ പറയും, നീ അങ്ങനെ എങ്ങനെയാ, നിനക്ക് ഇഷ്ടം, നീ ഇല്ലെങ്കിൽ എന്നാ എന്തെല്ലാം പറയും. അതെല്ലാം കേട്ടിട്ട് വിളിച്ചു പറഞ്ഞുകൊണ്ട് കിടന്ന് അതും ഇതും പറയലായിരുന്നു അന്നത്തെ പരിപാടി. ആൺപിള്ളേരങ്ങനെ പറയും, നമ്മൾ കേൾക്കാണ്ട് പോവുക, അത്രേ ഉള്ളൂ. പഴയ കാലത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പൊ ഈ പെണ്ണുങ്ങളാണ് അർദ്ധനഗ്ന ഒക്കെ കാണിച്ചുകൊണ്ട് ആൺപിള്ളേരെ അടുത്തേക്ക് ചെല്ലും. എല്ലാം പറഞ്ഞിട്ടുണ്ടായിരിക്കും എന്തിനാ അങ്ങനെ നടന്നത്. അപ്പൊ അങ്ങനെ സപ്പോസ് അവൻ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞെന്ന് വിചാരിച്ചു, അതൊരു ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റൊന്നുമല്ലോ അവൻ ചെയ്തത്. തെറ്റ് ചെയ്തവരെ കൂട്ടിപ്പിടിക്കുക എന്നാണ് യേശു ക്രിസ്തുവും പറഞ്ഞത്. ഇയാൾ എന്തോ ഈ പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്? ഒരു ചുക്കിന് ഇരുന്നാല് നമ്മൾ തോറ്റുപോകും, കോൺഗ്രസ്സുകാർ തോറ്റുപോകും. അതിന് എത്രയും പെട്ടെന്ന് എടുത്ത് ദൂരെ കളയണം. അവന്മാരുടെ അവന്മാര് പറയുന്നത് പോലെ തുള്ളാനുള്ള ഒരാളെ കൊണ്ടുവെക്കല. ആ കൊച്ചിനെ തെരഞ്ഞെടുത്താലേ, വീണ്ടും തെരഞ്ഞെടുത്താൽ കോൺഗ്രസ് ജയിക്കും. ഉമ്മാർക്ക് യാതൊരു ബുദ്ധിയില്ല, കഴിവുമില്ല, ഒന്നുമില്ല. വയസ്സ് എന്നിട്ട് ബുദ്ധിയൊക്കെ നശിച്ചു പോയി. അവന്മാരുടെ ബ്രെയിൻ എല്ലാം അടിച്ചു പോയെന്നാ തോന്നുന്നത്. എനിക്ക് ഇവരോടൊക്കെ ബഹുമാനമുണ്ട്, പക്ഷെ ഇവര് കാണിക്കുന്ന നമുക്ക് താങ്ങുന്നതിന് അപ്പുറം. ഈ കേരളത്തിലെ ജനങ്ങളെ ഈ മാർക്സിസ്റ്റ് പാർട്ടി ഇങ്ങനെ നശിപ്പിച്ചിട്ടിട്ട് അതിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്താൻ ഇവന്മാർക്ക് കഴിവില്ല. ആ സ്ഥാനത്തിരിക്കുന്ന എന്തിനാ? ഒഴിഞ്ഞു കൊടുക്കണം ആർക്കെങ്കിലും. ഈ ചെറിയ പിള്ളേരൊക്കെ കൊടുക്കണം. ആ വിഷ്ണുനാഥ് അങ്ങനെയൊക്കെ ഉള്ളവർ ഇരിപ്പുണ്ടല്ലോ അവിടെ, അവർക്ക് കൊടുത്തൂടെ?
രാഹുലിന് കൊടുക്കണ്ട. ആ പ്രതിപക്ഷ പാർട്ടിയുടെ ആ സ്ഥാനം അവർക്ക് കൊടുക്കട്ടെ. പ്രതിപക്ഷ നേതാവായിട്ട് വിഷ്ണുനാഥ് ഇരിക്കട്ടെ. എത്ര ചെറുപ്പക്കാരുണ്ട്. നമ്മുടെ വക്കീലുണ്ടല്ലോ, പേര് പറയാൻ വരുന്നില്ല, അങ്ങനെയൊക്കെ എന്തൊരു മിടുക്കനാ. അപ്പം അവരെ പോലെയൊക്കെ ഉള്ളവരെ കൊണ്ടുവരണം. ഇയാൾ എനിക്ക് തോന്നി പിണറായിയുടെ കൂട്ട് പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുക. അന്ന് നമ്മുടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എത്രമാത്രം പേര് ഉപദ്രവിച്ചു. ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൂടെ നിന്നുകൊണ്ട് ഉമ്മൻചാണ്ടിയെ നശിപ്പിച്ചത് ഇയാളാണ്, ഈ വി ഡി സതീശൻ. ഇയാളുടെ ഒരു ചിരിയും ആ ബോഡി ലാംഗ്വേജ് എല്ലാം കൂടെ കാണുമ്പോൾ ഒന്ന് കൊടുക്കാൻ തോന്നും അയാൾക്കിട്ട്. അയാൾ എന്തിനിരിക്കുന്ന നാണമില്ലല്ലോ സാർ, ഇട്ടിട്ട് പോ. ഈ ജനം മടുത്തു നിങ്ങളെ കൊണ്ട്. ഞങ്ങൾക്ക് ഈ കേരളത്തിലൊന്ന് മര്യാദയ്ക്ക് ജീവിക്കണം. സത്യസന്ധമായിട്ട് ഈ കേരളം ഭരിക്കാൻ പറ്റുന്ന ഒരു പാർട്ടി വരണം ഭരണത്തില്. നിങ്ങളെ ഒന്നും കൊള്ളത്തില്ല, ഇട്ടച്ച് പോകും. നാണയില്ലല്ലോ ആ സ്ഥാനത്ത് കയറിയിരിക്കാനായിട്ട്. എത്രമാത്രം ജനങ്ങൾ ഇതെല്ലാം സംസാരിക്കും, നിങ്ങൾ ഇതൊന്നും കേൾക്കുന്നില്ലേ? തലയിലൊന്നും ഇല്ലേ നിങ്ങൾക്ക്? ഇട്ടിട്ട് പോണം സാർ. അറിയാവുന്ന കൊച്ചു പിള്ളേർ, നിങ്ങൾക്ക് വിവരമില്ല, വിദ്യാഭ്യാസവും ഇല്ല. നല്ല വിവരമുള്ള പിള്ളേരാ ഇപ്പൊ വരുന്നത്, അവരെ വെച്ചാൽ മതി. അവര് ചിലപ്പോ ആരെങ്കിലും നോക്കിയെന്ന് എന്തായാലും പറഞ്ഞെന്നൊക്കെ ഇരിക്കും. നിങ്ങളുടെ ചെറുപ്പകാലത്ത് നിങ്ങൾ എന്തെല്ലാം കേട്ടതാ? നിങ്ങളെ പറ്റി ഒരു സ്ത്രീ വിളിച്ചു പറയുന്നില്ലേ പബ്ലിക്കില്? അതിനെപ്പറ്റി നിങ്ങൾ എന്തായാലും പറഞ്ഞോ? ഇല്ലല്ലോ. നിങ്ങളുടെ പണ്ടത്തെ എല്ലാ സ്വഭാവവും കൂടെ എല്ലാവർക്കും അറിയാം, കേരളത്തിലുള്ള ഈ ലോകം മുഴുവൻ അറിയാം. നിങ്ങൾക്ക് നാണമില്ലല്ലോ ഈ കോൺഗ്രസ് പാർട്ടീനെ ഇങ്ങനെ നശിപ്പിക്കാനായിട്ട്? ഞങ്ങൾക്കൊന്ന് ഇവിടെ മര്യാദയ്ക്ക് ജീവിക്കണം. ഈ മാർക്സിസ്റ്റ് പാർട്ടി ഇവിടെ പോകണ്ടു. പണ്ടത്തെ മാർക്സിസ്റ്റ് പാർട്ടി വലിയ കുഴപ്പമില്ലായിരുന്നു. നോണ മാത്രം പറഞ്ഞ് കള്ളത്തരം മാത്രം ചെയ്ത് ഈ കേരളത്തെ മുടിപ്പിക്കുന്ന ഈ മാർക്സിസ്റ്റ് പാർട്ടി ഇനി ഭരണത്തിൽ വരരുത്. അതിനു വേണ്ടിയാണ് കോൺഗ്രസ്സുകാർ നിൽക്കേണ്ടത്. നിങ്ങൾ തമ്മിലടിച്ച് കോൺഗ്രസിനെ ഇല്ലാതാക്കരുത്. ഇനിയിപ്പൊ നിങ്ങളുടെ പോക്കറ്റൊക്കെ ഒരുമാതിരി വീർത്തല്ലോ, ആ വീർത്തം കണ്ട് വീട്ടിൽ പോയിരിക്കും സാറേ. മതി സമ്പാദിച്ചത്. എന്തിനായി സമ്പാദിക്കുന്ന? മരിക്കുമ്പോ ഒന്നും കൊണ്ടുപോകുന്നില്ലല്ലോ. ഹലോ, സാർ, ഞാൻ നിലമ്പൂരിൽ നിന്നാണ്. ഇത് ഷാജി എന്ന് പറയും, കഷ്ടക്കാരൻ ഷാജി. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ പറ്റിയാണ്. അദ്ദേഹമാണ് ഇപ്പോ ഈ പറയപ്പെട്ട ഈ പ്രശ്നങ്ങൾ, ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. മൂപ്പര നാടകമാണത്. അതിന്റെ അജണ്ട എന്താണെന്ന് അറിയില്ല. എന്തായാലും അയാളാണ് ഈ കാരണം. അയാളായിട്ട് ബന്ധപ്പെട്ട ഒരു കക്ഷിയാണല്ലോ മറ്റേ റിനി എന്ന് പറഞ്ഞ സ്ത്രീ, ഇല്ലേ? അപ്പോ അവര് ഭയങ്കര സുഹൃത്തുക്കളാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവളത് മീഡിയ ഔട്ട് ചെയ്യാണെന്നുണ്ട് അവള് ധാരണയിൽ എത്തിക്കണിച്ച് എന്തായാലും ഇയാളോട് സംസാരിക്കാതെ നിൽക്കൂല. ഇയാളെ അനുമതി വാങ്ങാതെ അവള് പറയില്ല. അപ്പൊ വി ഡി സതീശന്റെ അനുമതിയോട് കൂടിയാണ് ഇവിടുന്ന് പറഞ്ഞേക്കണമെന്നാണ് എനിക്ക് കിട്ടിയ വിവരം. വോട്ട് ചെയ്യാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷെ എന്താ കാരണം, അതിന്റെ നേതൃത്വം മാറണം അവിടുന്ന്. ആ രണ്ട് കടവന്മാരും രമേശ് ചെന്നിത്തലയും ഈ വീഡിയോ അതിലിരുന്നാൽ ഒരു നിലക്കും മുന്നോട്ട് പോകില്ല. ഞങ്ങളൊക്കെ അടിയുറച്ച കോൺഗ്രസ്സുകാരാ. പക്ഷെ ഇവര് ഇപ്പൊ കാട്ടിയ കളിയിലൊക്കെ ശരിക്കും വി ഡി സതീശൻ പിണറായിയുടെ ഏതോ ഒരു ട്രാപ്പിൽ കുടുങ്ങിയിട്ടുണ്ട്. അത് പിണറായിക്ക് വേണ്ടിയാണ് ഇവർ പണിയെടുക്കുന്നത്. അടുത്ത ഭരണം കിട്ടാതിരിക്കാനാണ് വി ഡി സതീശന്റെ അതിനെന്തോ ഒരു ഒപ്പ് വെച്ചിട്ടുണ്ട്. ഇപ്പൊ NSS നായർ പറഞ്ഞ മാർക്ക് MLA സ്ഥാനം കൊടുത്തിട്ടാണല്ലോ NSS കളിക്കുന്നത്. അതേമാതിരി എന്തോ ഒരു ഓഫർ ഈ വി ഡി സതീശന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കളിയൊക്കെ കളിക്കുന്നത്. ഞാൻ ചെറിയ മണറാടുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ, രാഹുലിനെ തിരിച്ച് ആ സ്ഥാനത്ത് കൊണ്ടുവന്ന് ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ എനിക്കറിയാം കോൺഗ്രസിന്റെ ഒരു 80% വോട്ടുകളും ചെയ്യാതെ പോവുള്ളൂ, പോൾ ചെയ്യാതെ പോവുള്ളൂ. ഇലക്ഷന് പോവല്ല ജനങ്ങൾ. നമസ്കാരം സാറേ, ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ഈ രാഹുലിനെ ചെയ്യാനുള്ള ഒരു ഒറ്റ വഴിയേ ഉള്ളൂ. കൽക്കട്ട മമതാ ബാനർജി ചെയ്ത പോലെ ഒരു പാർട്ടി ഉണ്ടാക്കുക, പാർട്ടി ആൾക്കാരെ നിർത്തുക, ജയിപ്പിക്കുക, വിജയിക്കുക, അത്രയേ ഉള്ളൂ. ഇനി മറ്റേതിനകത്തൊന്നും നിന്നിട്ട് ഒരു പ്രയോജനമില്ല. അതിനകത്ത് ആക്റ്റീവായിട്ട് നിൽക്കാനും പറ്റത്തില്ല. അതാണ് എൻ്റെ ഒരു ഇത്. ഏത് യുവനേതാവ് ആരാ എന്തുവാന്ന് ആർക്കറിയാം? എനിക്കറിഞ്ഞുകൂടാ. ഇങ്ങനെയുള്ള യുവനേതാക്കന്മാരേ ഉള്ളൂ. അതൊക്കെ വെറുതെ അവന്മാരുടെ പാർട്ടിക്കാരെയൊക്കെ വെച്ച് ചെയ്യാനുള്ള പരിപാടികളൊക്കെ. ഇതൊന്നും വിജയിക്കത്തുമില്ല. കോൺഗ്രസിന്റെ അധപ്പതനമായി. രാഹുൽ ചെയ്യുന്ന ഒറ്റ കാര്യമുള്ളൂ, സാർ ഇതിനു വേണ്ടി ഒന്ന് പ്രയത്നിച്ചാൽ മതി. ഇനി ഒറ്റ മാർഗമേ ഉള്ളൂ. ഇത് വേറെ പാർട്ടി ഉണ്ടാക്കുക, പോവുക. ഇപ്പൊ മുരളീധരനൊക്കെ പാർട്ടി ഉണ്ടാക്കുന്നത് DSC ഏതാണ്ടൊക്കെ ഉണ്ടാക്കിയായിരുന്നല്ലോ. പക്ഷെ രാഹുലിന് അതൊന്നും ഒരു പ്രശ്നമല്ല. രാഹുൽ എവിടെ നിന്നാലും ജയിക്കും. രാഹുലിന്റെ പാർട്ടി ഉണ്ടാക്കിയാലും ജയിക്കും.
ഇവന്മാർ ചെയ്യുന്ന ഒരു അധപ്പതനത്തിന് വേണ്ടിയുള്ള ഒരു കാര്യമായി. ഇനിയിപ്പം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആര് വന്നാലും ആരാ എന്തും ആൾക്കാർക്കൊന്നും അറിയത്തുമില്ല, ഒന്നും ചെയ്യത്തുമില്ല, അവന്മാരെ കൊണ്ടൊന്നും പറ്റത്തുമില്ല. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വിളിക്കുന്നത് സാറേ. എന്റെ പേര് വഹിദ. ഇന്നത്തെ ഈ ഗവൺമെന്റും ഇനി വരാൻ പോകുന്ന ഗവൺമെന്റും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോഴേ വളരെ വളരെ മോശമായിട്ടിരിക്കുന്നു ഇനി വരാൻ പോകുന്ന ഗവൺമെന്റ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവ് എന്നതിനേക്കാൾ ഉപരി തന്റെ പാർട്ടിയെ കീപ്പ് ചെയ്യാനും സംരക്ഷിക്കാനും തന്റെ അണികളെ ഏറ്റവും കൂടുതൽ ഉയരങ്ങളിൽ എത്തിക്കേണ്ട ഒരു പ്രതിപക്ഷ നേതാവ് തന്നെ ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യുമ്പോൾ എങ്ങനെയാ പാർട്ടി ഉയരാ? പരാജയ, തീർച്ചയായിട്ടും പരാജയ. ഞാൻ ഇവിടെ ഇരുന്ന എല്ലാ ന്യൂസുകളും കാണുന്നതാ. എനിക്ക് ആ കുട്ടീനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എന്താ വഴി, എങ്ങനെയാ പറയാ? താങ്കളുടെ ഈ എല്ലാ ന്യൂസുകളും ഞാൻ കാണുന്നതാ, ഞാൻ കേൾക്കണതാ. ഓരോ അമ്മമാരും ഓരോ സഹോദരിമാരൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ അവന് വേണ്ടി ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക ചെയ്യുന്നത്. കാരണം അവൻ, അതുപോലെ ഷാഫി, ന്യൂ ജനറേഷൻ ആയിട്ടുള്ള എല്ലാ ലീഡർമാരും വേണം ഇനി കേരളം ഭരിക്കണമെങ്കിൽ. ഈ പഴയ ആൾക്കാരൊന്നും കേരളം ഭരിച്ച മുന്നേ പോലെ ഒന്നും പോവില്ല. ആ ഉമ്മൻചാണ്ടി സാറ് പോലെ ആയാലും കരുണാകരൻ സാറ് പോലെ ആയാലും ഒന്നും ഭരിക്കാൻ പറ്റത്തില്ല. ഇവര് പണത്തിനും പിന്നെ മറ്റുള്ള സ്ഥാനമാനങ്ങൾക്കും വേണ്ടി ഉയർച്ച, അവരവരുടെ ഉയർച്ച നോക്കിയാ എങ്ങനെയാ ഈ യൂത്തന്മാരൊക്കെ ഉയർന്നു വരാ? എത്രയോ നല്ല, ഞാൻ കാണുന്നതിൽ കുറേ ആൾക്കാർ നല്ല കഴിവുള്ളവരാ. പാർട്ടിനെ ഭരിക്കാനും ജനങ്ങളെ നോക്കാനും സേവ ചെയ്യാനും. നമ്മളെല്ലാം വോട്ട് ചെയ്യുന്നത് നമുക്ക് അനുകൂലമായിരിക്കാൻ വേണ്ടിയിട്ടാ അല്ലേ? ജനങ്ങളെ സംരക്ഷിക്കാനും അവരുടെ ഉന്നമനത്തിനും നാടിന്റെ ഐശ്വര്യത്തിനും വേണ്ടിയിട്ടാ. ഇവര് 2-3-4-5 പേര് ചെയ്യണത് എന്തുട്ടാ? അതുപോലെ ഇവര് പറയണതനുസരിച്ച് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധി ഒന്നും പോയാലൊന്നും കാര്യം റെഡിയാവില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യുവാക്കന്മാര് വരണം. ഇപ്പൊ ഇവനെ പുറത്താക്കി എന്ത് ഗുണം കിട്ടും? ഇവർക്ക് വല്ല ഗുണം കിട്ടും? ഞാൻ നോക്കിയിട്ട് ഒരു ഗുണവും കിട്ടണില്ല. ഇവരുടെ രാഷ്ട്രീയം തന്നെ തകർന്നു പോകും. ന്യൂ ജനറേഷൻ വന്ന് അവർ പുതിയ ഒരു കോൺഗ്രസിനെ പടുത്തുയർത്തട്ടെ, അതാണ് ഏറ്റവും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവർക്ക് അങ്ങോട്ട് കൊടുക്കാനും ഇങ്ങോട്ട് കൊടുക്കാനും അങ്ങനെ തമ്മിൽ കൈമാറാനുള്ള അവസരങ്ങൾ എന്നല്ലാതെ വേറെ എന്ത് പറ്റും ഇവരെ കൊണ്ട് ചെയ്യാൻ? രാഹുലിനെ തിരികെ എടുത്തില്ലെങ്കിൽ ഇവരുടെ രാഷ്ട്രീയം തന്നെ അവതാളത്തിലാവും. ഇവർക്ക് ഉയർച്ച കിട്ടാൻ പ്രയാസമായിരിക്കും. ഇപ്പൊ അവര് കരുതുന്നു രാഹുൽ പോയാലും ഞങ്ങൾ വീടുകൾ കയറി ഇറങ്ങിയാൽ ഞങ്ങൾക്ക് കൂട്ട് കിട്ടും. ഇല്ല, ഇപ്പൊ താങ്കൾ കൊടുക്കുന്ന ഈ പ്രചരണം തന്നെ പോരെ എല്ലാവർക്കും മനസ്സിലാവാൻ? എത്ര രാഷ്ട്രീയം ഇല്ലാത്ത ആൾക്കാരായാലും അവർക്ക് രാഷ്ട്രീയത്തെ കുറിച്ച് പഠിക്കാൻ പറ്റും. ഇന്നാള് ഇന്നോണാണ്, ഈ രാഷ്ട്രീയം ഇങ്ങനെയാണ്. ഇതിപ്പോ ഷാഫിയെ കുറിച്ചിട്ട് അയാൾ പറഞ്ഞത് കേട്ടാ, അതും വളരെ മോശം. കാരണം ഇവരെ മേലൊക്കെ ഓരോ പെണ്ണിന്റെ കേസുകൾ വെച്ച് കിട്ടുമ്പോൾ ഈ പെണ്ണുങ്ങളൊക്കെ ഉള്ള ക്യൂ ആയി നിൽക്കാണോ ഇവരെ കൂടെ പോകാനും വരാനും ഒക്കെ എത്തിനും? അതും ഈ രാഷ്ട്രീയ നേതാവിന്റെ ഏറ്റവും വലിയ വൺ പരാജയ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തന്റെ സപ്പോർട്ടറായി നിൽക്കുന്ന തന്റെ അണികളെ പിടിച്ച് കീപ്പ് ചെയ്യാനും അവരെ സംരക്ഷിക്കാനും അവരെ തെറ്റുകളെ കുറിച്ച് അവരിൽ തന്നെ ചോദിച്ചറിഞ്ഞ് അതിനുള്ള ഒരു ആക്ഷൻ വരുമ്പോഴല്ലേ നമ്മൾ ആക്ഷൻ എടുക്കുക. ഇപ്പൊ ഇയാളെ പേരിൽ വല്ല കംപ്ലൈന്റുകൾ ഇവർക്ക് വരുമ്പോഴല്ലേ, അതിനുള്ള അന്വേഷണങ്ങൾ വരുമ്പോഴല്ലേ നമ്മൾ നമ്മുടെ കൂടിയുള്ള ആളുകളെ കുറിച്ച് നേരായാലും നേരല്ലെങ്കിലും അവരെ സംരക്ഷിക്കുകയല്ലേ ചെയ്യേണ്ടത്. ഇയാൾ എന്ത് ചെയ്യുന്നു? ഇയാൾ എന്തുട്ട് അവനെ വളർത്തിയുണ്ടാക്കിയത്? ആ രാഹുലിന്റെ സംഭാഷണങ്ങൾ കേൾക്കുമ്പോൾ അവൻ തന്നെ വളർന്നു വന്ന ആളാണ്. അവനക്ക് ഒരാളും സപ്പോർട്ടർ ഇല്ല. അവന്റെ രാഷ്ട്രീയത്തെ പഠിച്ചുണ്ടാക്കി എത്രയോ താഴ്ന്ന വിദ്യാഭ്യാസ തലങ്ങളിൽ നിന്നും അവൻ ഉയർന്നു വന്ന ആളാണെന്ന് തോന്നുന്നു. KCUവിന്റെ ഒക്കെ നല്ല ഉയർന്ന ഒരു സ്ഥാനത്തേക്ക്, ആ സ്ഥാനത്തിലേക്ക് ഇനി ആര് വന്നാലും വിജയിക്കാൻ പോകുന്നില്ല. കാരണം അവൻ അത്രയുള്ള ബുദ്ധിയും വിവരവും എല്ലാവിധ അറിവുകളുള്ള ഒരു യുവാക്കന്മാര് ഇപ്പൊ ന്യൂ ജനറേഷനിൽ ഉണ്ടെന്ന് പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇവിടെ എല്ലാവരും കാണുന്നത് എത്രയോ നല്ല, ഇതിപ്പോ ആ ജോജി M. ജോണോ എന്താ സഹോദരനില്ലേ, അവന്റെ ഒക്കെ സംഭാഷണങ്ങൾ കേൾക്കുമ്പോഴൊക്കെ ഇവര് 2-3-4-5-8 പേര് നല്ല അറിവുള്ളവരാ. ഈ സതീഷിനേക്കാളൊക്കെ എത്രയോ ഉയരങ്ങളിൽ നിൽക്കുന്നു. ഇവരിങ്ങനെ പോയി എന്ത് ചെയ്യാൻ പറ്റും? എങ്ങനെ നാട് നന്നാവും? എങ്ങനെ ജനങ്ങൾക്ക് നന്ദി ഉണ്ടാവും? ഇവര് തമ്മിൽ പോര് കാട്ടി വീട്ടിലെ അമ്മയും മരുമകളും പോലുള്ള പോര് പോലെ കുട്ടികളോടൊക്കെ ഇങ്ങനെ കാട്ടിയാ എന്ത് ചെയ്യും? ഞാൻ റാന്നി ലീല എന്ന് പറയും. ഞാൻ വിളിക്കുന്ന ലീല എന്ന് പറഞ്ഞ ആളെ റാന്നി എന്നാണ് വിളിക്കുന്നത്. 78 വയസ്സുള്ള ഒരു അമ്മയാണ്. സത്യത്തിൽ പറഞ്ഞ അവന്റെ കാര്യത്തിൽ ഉറക്കവും ഊണും ഇല്ലാതെ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ഇത് ദോഷമാണെന്നും ഒക്കെ നമുക്ക് പറയാൻ തന്നെ അറിയത്തില്ല എങ്ങനെ പറയും. ഇത് കോൺഗ്രസ് ഇല്ലാതാകാനുള്ള ഒരു വഴി തന്നെയാണ്. കാരണം ഞങ്ങൾ അത്രമാത്രം കോൺഗ്രസിനെ സ്നേഹിക്കുന്നവരും ആ രാഹുൽ പാവപ്പെട്ട നല്ലൊരു ചെറുക്കൻ, നല്ല പഠിത്തമുള്ളത്, മിടുമിടുക്കൻ. എന്ത് തെറ്റാ അവൻ്റെ ഉള്ളത്? ആർക്കായി തെറ്റ് പറ്റാത്തത്? 100% സതീശന് ഇവിടെ ആ റിനി
അയൽവക്കക്കാരി ഇരുന്ന് ഇത് ചെയ്തതാണെന്നുള്ളത് എൻ്റെ 100% എൻ്റെ വിശ്വാസം. കാരണം അല്ലെങ്കിൽ ഇത്രമാത്രം അവനെ കേസ് വരട്ടെ, പരാതി വരട്ടെ, കേസ് വിധിയാ വരട്ടെ. ആരാ തെറ്റുകാരല്ലാത്ത? രണ്ടു കൂട്ടരും തെറ്റുകാരല്ലയോ തെറ്റ് ചെയ്തെങ്കിൽ? അതുകൊണ്ട് ഇതിൽ ഇവര് കോൺഗ്രസ്സുകാർ നല്ലതുപോലെ ഇത് പഠിക്കും. അല്ലേ നോക്കൂ, ഇവർക്ക് നല്ല ബുദ്ധിമുട്ട് വരും. അവന് ഇപ്പൊ പാലക്കാട് നിന്നാലും നല്ല ഭൂരിപക്ഷത്തിൽ അവൻ ജയിക്കും. അല്ല ഇവിടെ പത്തനംതിട്ട നിന്നാലും ജയിക്കും. ഇനി ഉള്ളത് പറയുക. കാരണം ഇവിടുത്തെ ഓരോ അമ്മമാരോടും ചോദിച്ചാൽ അവർക്ക് അത്രമാത്രം വേദനയാണ് ഇത്. കാരണം പ്രത്യേകിച്ച് അമ്മമാരാ കൂടുതൽ ഇതിനകത്ത് വിഷമിക്കുന്നത്. അതുകൊണ്ട് ഇവര് ഉദ്ദേശിക്കുന്ന പോലെ എങ്ങനെയെങ്കിലും രാഹുലിനെ രാജിവെച്ചു, സസ്പെൻഷൻ ഇത് ഒരു കുറച്ച് നാളത്തേക്ക് ഇപ്പൊ അവനെ വീണ്ടും തിരിച്ചെടുക്കുക. അവൻ അവിടെ കാലുകുത്തിയില്ലേ, ഇനിയിപ്പോ എന്തിനാ അവനെ ഇത് ചെയ്യുന്നത് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് സാറിനോട് പറയാൻ തോന്നുന്നു നമുക്കൊന്നും അറിയത്തില്ല, എങ്കിലും ഞാൻ സാറിനോട് പറയുക, ഇത് സത്യത്തിൽ പറഞ്ഞ ഈ സപ്പോർട്ട് വളരെ ഞങ്ങളെല്ലാരും കാണുന്നതാ. പക്ഷെങ്കിൽ എന്ത് ചെയ്യണം, ആരെ ഇത് നീ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ ഒക്കെ ഒന്ന് അറിയിച്ചാലോ എന്നൊക്കെ ഞങ്ങൾ പറയും. ആരെ അറിയിക്കാൻ? എന്തുകൊണ്ടാന്ന് വെച്ചാൽ രാഹുലിനെ അത്രമാത്രം ആൾക്കാരെ മനസ്സിലാക്കി കഴിഞ്ഞു ഇപ്പൊ പ്രത്യേകിച്ച്. കാരണം രാഹുൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അനുഭവിച്ചോളുമല്ലോ. ഇത് ഉണ്ടല്ലോ, കേസ് ഉണ്ടല്ലോ, നമുക്ക് ഇതാണല്ലോ, കോടതി ഉണ്ടല്ലോ, നിയമങ്ങളുണ്ടല്ലോ. രാഹുൽ അവര് അധ്യക്ഷ സ്ഥാനത്തേക്ക് വേണ്ട, യൂത്ത് കോൺഗ്രസിന്റെ വേണ്ട, അവനെ തിരിച്ചെടുക്കാൻ അവന് സ്ഥാനം കൊടുക്കണം. അല്ലെങ്കിൽ അവൻ സ്വതന്ത്രനായിട്ട് നിൽക്കണം. ഞാൻ പറയുന്നത് അവനൊരു സ്വതന്ത്രനായിട്ട് നിൽക്കണം, കണിശമായിട്ട്. അല്ലെ നോക്കാം, കുറച്ച് ഇപ്പൊ ഇത് പറയുന്നെങ്കിൽ സ്വതന്ത്രനായിട്ട് നിൽക്കാൻ ഒക്കുമല്ലോ, അവരാരൊക്കെ മാറ്റിയാലും. ഞാന് കട്ടക്കട കൃഷ്ണൻകുട്ടിയാണ്. കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റ് അടക്കം രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി, പല പേരും അവര് തൊട്ട് താഴെ അറ്റം വരെയുള്ള കോൺഗ്രസിന്റെ അണികൾ വരെ കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം പറയുകയാണ്. യഥാർത്ഥത്തിൽ ഒരു കാര്യം, അതായത് രാഹുലിനെയും ഷാഫി പറമ്പിലിനെയും മുൻനിർത്തി 140 മണ്ഡലങ്ങളിലും പര്യടനം നടത്തുക. രാഹുലിനെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരിച്ചു കൊണ്ട് സ്ഥാനമാനങ്ങൾ കൊടുത്ത്, ഷാഹുൽ പറമ്പിനും അതേപോലെ ഒരു പദവി കൊടുത്ത് 140 മണ്ഡലങ്ങളിലും അവരുടെ ഈ രണ്ടുപേരുടെ നേതൃത്വത്തിൽ പര്യടനം നടത്തുക, ജനങ്ങളെ ബോധ്യപ്പെടുത്തുക, എല്ലാ കാര്യങ്ങളും ജനങ്ങളെ ബോധ്യപ്പെടുത്തുക. എന്നാൽ മാത്രമേ ഇനി കോൺഗ്രസിൽ ഒരു നിലനിൽപ്പുള്ളൂ. അല്ലാതെ എന്ത് കാണിച്ചാലും ശരി, ഈ കേക്കച്ചനും പാർട്ടി എന്ത് കാണിച്ചാലും ശരി, ഈ കോൺഗ്രസിൽ ഒരു 10 വിരലിലുണ്ടാകുന്ന 10 സീറ്റ് പോലും കിട്ടത്തില്ല. ഈ തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യത്തിൽ വരുമ്പോൾ തന്നെ മുസ്ലിം ലീഗ് LDFിലേക്ക് ചേക്കേറും. ഞാനൊരു കോൺഗ്രസ്സുകാരനാവുകൊണ്ട് ഞാൻ വ്യക്തമായിട്ട് പറയുകയാണ്, മുസ്ലിം ലീഗ് LDFിൽ ചേക്കേറും. പിന്നെ ആരാ ഉള്ളത്? UDF എന്ന് പറഞ്ഞ് തകർന്ന് തരിപ്പണമാകും, നാമാവശേഷമാകും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കണ്ട് രാഹുലിനെ തിരിച്ച് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് ഷാഫി പറമ്പിലും മുഖ്യമായ ഒരു അധികാരം കൊടുത്ത് ഇവരുടെ നേതൃത്വത്തിൽ കേരള ഒരു പര്യടനം നടത്തി എല്ലാ സ്ഥലത്തും 140 മണ്ഡലങ്ങളിൽ നിന്നല്ല, ഓരോ താലൂക്കിലും ഇവര് രണ്ടുപേരും ഇറങ്ങണം. ഇവര് രണ്ടുപേരുടെ നേതൃത്വത്തിൽ ജനങ്ങൾക്ക് എല്ലാം ബോധ്യപ്പെടുത്തി ഇറങ്ങാൽ കോൺഗ്രസിനൊരു മേൽഭാവിയുണ്ട്. അല്ലെങ്കിൽ ഇവിടെ കോൺഗ്രസ് ക്ലച്ച് പിടിക്കത്തില്ല. ഒരൊറ്റ എണ്ണം കോൺഗ്രസ് അനുഭാവികളായ ഒരൊറ്റ എണ്ണം കോൺഗ്രസിലേക്ക് വോട്ട് ചെയ്യില്ല. അതുകൊണ്ട് ഈ കേക്കച്ചനും രമേശ് ചെന്നിത്തലയും ഈ KC വേണുഗോപാൽ അടക്കം എല്ലാ മണ്ടന്മാരോടും ഞാൻ പറയുകയാണ്, നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങളുടെ സ്വപ്നങ്ങളൊന്നും ഫലപ്രാപ്തിയിലെത്തത്തില്ല. എത്രയും പെട്ടെന്ന് രാഹുലിനെ പഴയ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക. ഒരു പരാതിയില്ല, ഒരു കേസില്ല. ഇവരെല്ലാം പോലീസുകാരെല്ലാം കൂടെ ഇന്ത്യ മൊത്തം ഓടി നടന്നിട്ട് അവരൊരു ഗർഭം കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ രാഹുലിനെ ഈ 45 ദിവസമായിട്ട് മാറ്റി നിർത്തുന്നത്? എത്രയും പെട്ടെന്ന് തിരികെ കൊണ്ടുവരിക. നല്ലൊരു പ്രചരണം നടത്തിയാൽ മാത്രമേ കോൺഗ്രസ് ഇവിടെ രക്ഷപ്പെടുകയുള്ളൂ. ഇവരുടെ രണ്ടുപേരുടെ നേതൃത്വം ഉണ്ടെങ്കിൽ കോൺഗ്രസ് രക്ഷപ്പെടും. 100-120 സീറ്റ് വരെ കിട്ടും. അല്ലാതെ ഇവന്മാർ ഈ മരപ്പൊട്ടന്മാർ പെരട്ട കിളവന്മാർ ഒരുത്തനും ഇവിടെ നിന്ന് എന്ത് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. ഇടതുമുന്നണി CPMന്റെ നേതൃത്വത്തിൽ സകല മഠങ്ങളും കയറി ഇറങ്ങുന്നു, സകല പള്ളികളും കയറി ഇറങ്ങുന്നു, സകല മുസ്ലിം ദേവാലയങ്ങളും കയറി ഇറങ്ങുന്നു. സകലയിടത്തും കയറി ഇറങ്ങി ഇവര് മൂന്നാമതും ഭരണത്തിൽ വരും. അതിനൊരു തടയിടണമെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും വിചാരിച്ചാൽ മാത്രമേ നടക്കുള്ളൂ. ഈ രാഹുലും
ഷാഫി പറമ്പലും വിചാരിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവരെ ഉന്നത സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് ഇവരുടെ നേതൃത്വത്തിൽ ഒരു കേരള പര്യടനം നടത്തുക. അല്ലാതെ യുവന്മാർ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം മലർപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെ പറന്നു പോകത്തേ ഉള്ളൂ. ഈ യുവനിരയെല്ലാം, കേരളത്തിലുള്ള യുവനിരയെല്ലാം കൂടെ കൂടി ഒരു പാർട്ടി രൂപീകരിച്ച് കോൺഗ്രസിനെ ഇല്ലാതാക്കും. അതാണ് ഏറ്റവും വേണ്ടി. മമത ചെയ്യുന്നുണ്ട്, ഒരു സ്ത്രീ ചെയ്യുന്നുണ്ടോ അതേപോലെ ചെയ്യണം. ഞാൻ സർവീസിലായതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും പറയാൻ പറ്റത്തില്ല സാർ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.